നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സുഹൃത്തിനെ സഹായിക്കാനായി സ്വന്തം കിടപ്പാടം പണയപ്പെടുത്തിയ ഒരു പ്രവാസി മലയാളി. അദ്ദേഹം ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. തൻ്റെ സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടി ആകെയുള്ള എല്ലാ വസ്തുക്കളും വിറ്റതോടുകൂടെ അയാൾ ജപ്തി ഭീഷണിയിലേക്ക് കടക്കുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന മലപ്പുറം തുവ്വൂർ സ്വദേശി ഉസ്മാനാണ് തൻ്റെ സുഹൃത്തിന് വേണ്ടി തൻ്റെ കിടപ്പാടം അടക്കം പണയം വെച്ചത്. പക്ഷേ തൻ്റെ സുഹൃത്ത് പെട്ടെന്ന് മരണപ്പെടുകയും ലോൺ അടയ്ക്കാതെ വരികയും ചെയ്തു. ഇതിൻ്റെ പേരിൽ വലിയൊരു ജപ്തി ഭീഷണിയിലേക്ക് ഇയാൾ കടക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സുഹൃത്ത് ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടതെന്നതാണ് ഈ ഒരു സംഭവത്തിൽ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. 3 വർഷം മുമ്പ് ഉസ്മാൻ വീടിന്റെ ആധാരം പണയപ്പെടുത്തി സ്വന്തം ആവശ്യത്തിനായി 3 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. ഇതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു നൽകിയിരുന്നത് ഉറ്റ സുഹൃത്തും പൊതുപ്രവർത്തകനുമായ നിഷാന്ത് കണ്ണനായിരുന്നു. ലോൺ എടുത്ത തുക ഉസ്മാൻ കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്തു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഉസ്മാന്റെ വീടിന്റെ ആധാരം പണയം വെച്ച് നിഷാന്ത് പിന്നീട് 12 ലക്ഷം രൂപ ലോൺ എടുക്കുകയുണ്ടായി. നിലമ്പൂർ അർബൻ ബാങ്കിൽ നിന്നുമായിരുന്നു ലോൺ എടുത്തത്. പലിശ പെരുകി 19 ലക്ഷത്തോളമാണ് ഉണ്ടായിരുന്നത്. അത് അടച്ചു തീർക്കാനുള്ള ഒരു സാഹചര്യമാണ്. തുക പൂർണ്ണമായും അടച്ചു തീർത്താലേ ബാങ്ക് ജപ്തി ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്ന് പിന്മാറി ആധാരം തിരിച്ചു നൽകൂ എന്നാണ് പറയുന്നത്. തുവ്വൂർ പഞ്ചായത്ത് മെമ്പർ കൂടിയായിരുന്ന നിഷാന്ത് മരണപ്പെട്ടത് 2023 ഏപ്രിലാണ്. കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന നിഷാന്ത് മരണപ്പെട്ടതോടെ ദിവസേനയുള്ള ചെലവിനുള്ള വക പോലും കണ്ടെത്താൻ പാടുപെടുന്ന നിഷാന്തിന്റെ ഭാര്യയ്ക്ക് ലോൺ തിരിച്ചടയ്ക്കാനുള്ള തുക കണ്ടെത്താൻ യാതൊരു വഴിയുമില്ലാത്ത അവസ്ഥയാണെന്നാണ് വിവരം. ഇതോടെ ഭാരിച്ച തുകയ്ക്ക് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് നിഷാന്തിന്റെ ഭാര്യയും 4 മക്കളും അടങ്ങുന്ന കുടുംബവും. തുക തിരിച്ചടയ്ക്കാനാകാതെ വലിയ കടക്കണിയിലാണ് പ്രവാസിയായ ഉസ്മാനും അകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുറഞ്ഞ ശമ്പളത്തിന് സൗദിയിൽ ജോലി ചെയ്യുന്ന ഉസ്മാനും വീട്ടിലെ ചെലവും മക്കളുടെ പഠനവും ഭാര്യയുടെ ചികിത്സയ്ക്കുമായിട്ട് പ്രതിസന്ധികൾ ഒരുപാടുണ്ട്. ഇപ്പോൾ പണം തിരിച്ചടയ്ക്കണമെന്നും അല്ലെങ്കിൽ ജപ്തി നടപടികളുമായി മുന്നോട്ടു പോകുമെന്നുമാണ് ബാങ്ക് മുന്നറിയിപ്പ്. നിഷാന്തിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാനും ഉസ്മാന്റെ ലോൺ അടച്ചു തീർക്കാനുമായി നാട്ടുകാർ ചേർന്ന് കണ്ണൻ കുടുംബ സഹായ സമിതി ഉണ്ടാക്കിയെങ്കിലും തിരിച്ചടയ്ക്കേണ്ട പണത്തിന്റെ 4/1 പോലും സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് വിവരം. നിഷാന്തിന് മറ്റ് ബാങ്കുകളിലും ബാധ്യതകൾ ഉണ്ടായിരുന്നുവെന്നാണ് സൂചന. ബാങ്കുകളുമായി സംസാരിച്ചപ്പോൾ ലോൺ എടുത്ത തുക ഒന്നിച്ചടച്ചാൽ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് പലിശ ഒഴിവാക്കി ലോൺ ക്ലോസ് ചെയ്യാമെന്നാണ് പറയുന്നത്. സഹായ സമിതി സമാഹരിച്ച തുകയിൽ നിന്ന് നിഷാന്തിന്റെ മറ്റ് ബാങ്കുകളിലെ കടമാണ് തീർത്തിരിക്കുന്നത്. കിടപ്പാടം മാത്രം കൈവശമുള്ള ഒരാൾ അത് പണയപ്പെടുത്തി ഉറ്റ സുഹൃത്തിനെ സഹായിച്ചത് ഹൃദയ വിശാലത കൊണ്ടാണ് എന്നും ഉസ്മാന്റെ നിഷാന്തിന്റെയും കുടുംബത്തെ സംരക്ഷിക്കാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തിവരികയാണ് എന്നുമാണ് നാട്ടുകാരുടെ പ്രതികരണം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ സഹായ ഹസ്തങ്ങളുമായിട്ട് രംഗത്തെത്തുന്ന ആളുകളുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയുള്ള 2 നമ്പറുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. ആ നമ്പർ ഇതാണ്. ഒന്ന് ഇസ്ഹാക്ക് എന്ന് പറയുന്ന ആളുടെ നമ്പറാണ്. ആ നമ്പർ 8113910218 എന്നതാണ്. അതേപോലെ തന്നെ സിദ്ദിഖ് ടൂർ എന്ന് പറയുന്ന ആളുടെയും നമ്പറുണ്ട്. 009665851721 എന്ന നമ്പർ. ഈ 2 നമ്പറിലേക്കും വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾക്കും സഹായിക്കാൻ മനസ്സുണ്ട് എങ്കിൽ അവരെ സഹായിക്കുക എന്നുള്ളതാണ് നിലവിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പറയാനുള്ളത്.